നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പഹൽഗാം കൂട്ടക്കൊലയ്ക്കു പിന്നിൽ ഹമാസിന്റെ ബുദ്ധിയും ആസൂത്രണവും ഉണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അങ്ങനെ ഉണ്ടാകാമെന്നുള്ള സൂചനയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇന്റലിജൻസ് വൃത്തങ്ങളും നൽകുന്നത്. കഴിഞ്ഞ മാസം പാക് അധിനിവേശ കാശ്മീരിലെ ഇന്ത്യ അതിർത്തിയിലെത്തിയ ഹമാസ് സംഘം ദിവസങ്ങളോളം അവിടെ തങ്ങിയതായാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ജയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും കേന്ദ്ര ആസ്ഥാനങ്ങൾ സന്ദർശിച്ച ഹമാസ് സംഘം അതിർത്തി പ്രദേശങ്ങളിലെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയെന്നും അതനുസരിച്ചുള്ള ചില മീറ്റിംഗുകളും ചർച്ചകളും ഈ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നടന്നുവെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങൾ പുറത്തുവിടുന്നത്. പാക് കരസേനാ മേധാവി അസിം മുനീർ അടക്കമുള്ള ഉന്നതതല ചർച്ചയാണ് ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്ത് നടന്നുവെന്നും അതിൽ ഹമാസ് ഭീകര നേതാക്കൾ പങ്കെടുത്തുവെന്നുമാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഹമാസ് ഭീകരർ പിന്നീട് കനത്ത തിരിച്ചടി നേരിട്ടതിനെ തുടർന്ന് പിൻവാങ്ങിയിരുന്നു. ഹമാസ് നേതാക്കളെയെല്ലാം ഇസ്രായേൽ പുറകെ നടന്ന് വധിക്കുന്നത് കൊണ്ട് പലരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോയി. പ്രമുഖരായ ഹമാസ് നേതാക്കൾ പാകിസ്ഥാനിലെത്തി എന്നുള്ള സൂചന നേരത്തെ തന്നെ ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണവും അതിർത്തികളിൽ ഉണ്ടായിരുന്നു. ഇറാനിലും പാകിസ്ഥാനിലും എത്തിയ ഹമാസ് നേതാക്കൾ അവിടെ തന്നെ തമ്പടിക്കുകയാണെന്നും തിരിച്ച് ഇസ്രായേലിലേക്കോ പാലസ്തീനിലേക്കോ പോകുന്നില്ല എന്നുമുള്ള സൂചനകളാണ് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന്റെ തനിപ്പകർപ്പായിരുന്നു പഹൽഗാമിൽ നടന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. സാധാരണഗതിയിൽ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ഭീകരർ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യം വെക്കാറുള്ളത്. കാരണം ഇന്ത്യയുമായുള്ള യുദ്ധം എന്നാണ് പലപ്പോഴും ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾ പറയാറുള്ളത്. എന്നാൽ നിരപരാധികളെ പലപ്പോഴും ലക്ഷ്യമിടാറില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അമർനാഥ് യാത്രികരെ പോലും അമർനാഥ് തീർത്ഥാടകരെ പോലും പലപ്പോഴും ഭീകര സംഘങ്ങൾ ലക്ഷ്യം വെക്കാറില്ല. എന്നാൽ ഇത്തവണ നിരപരാധികളായ മനുഷ്യരെയാണ് ഈ ഭീകര സംഘങ്ങൾ ലക്ഷ്യം വെച്ചതും. പഹൽഗാം കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട 27 സാധാരണ മനുഷ്യരുമായിരുന്നു. സാധാരണഗതിയിൽ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം കഴിഞ്ഞിറങ്ങുന്ന ഭീകരർ ഇത്തരം സാധാരണ മനുഷ്യരെ അല്ലെങ്കിൽ നിരപരാധികളെ കൊന്ന് ജനങ്ങളുടെ രോഷം ഏറ്റുവാങ്ങാൻ നിൽക്കാറില്ല. എന്നാൽ ഹമാസ് തന്ത്രമാണ് അല്ലെങ്കിൽ ഹമാസ് രൂപപ്പെടുത്തിയെടുത്ത തന്ത്രമാണ് ശത്രുവിനെ പ്രതിരോധത്തിലാക്കാൻ ശത്രുവിന്റെ ജനങ്ങളെ വധിക്കുക എന്നത്. ഈ തന്ത്രമാണ് പഹൽഗാമിൽ കണ്ടത് എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങളും പ്രതിരോധ വൃത്തങ്ങളും പറയുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസ് നേതാക്കൾ ഇപ്പോഴും പാകിസ്ഥാനിൽ തമ്പടിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന ബഹാവൽപൂരിൽ അവർ പലതവണ സന്ദർശനം നടത്തിയെന്നും ദേശീയ മാധ്യമങ്ങൾ പലതരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിലും പാകിസ്ഥാനിലും നിലനിൽക്കാൻ കഴിയാതെ പോയ ഹമാസ് ഭീകരർക്ക് അല്ലെങ്കിൽ ആ നേതാക്കൾക്ക് യൂറോപ്പിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ കടക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ ജോർദാൻ, അല്ലെങ്കിൽ ഇറാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ, ഇത്തരം രാജ്യങ്ങളിൽ മാത്രമേ അവർക്ക് സംരക്ഷണം ലഭിക്കുകയുള്ളൂ. അറബ് രാഷ്ട്രങ്ങൾ ആരും തന്നെ ഹമാസ് നേതാക്കൾക്ക് യാതൊരു സംരക്ഷണവും നൽകില്ല എന്ന് മാത്രമല്ല അവരെ കിട്ടിയാൽ അറസ്റ്റ് ചെയ്ത് ഉടൻ കൈമാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും ഇറാനും പോലുള്ള രാജ്യങ്ങളെയാണ് ഇപ്പോൾ ഹമാസ് നേതാക്കൾ ലക്ഷ്യം വയ്ക്കുന്നത്. കാരണം അവർക്ക് പാലസ്തീനിൽ തങ്ങാൻ സാധിക്കില്ല. തങ്ങിയാൽ ഇസ്രായേൽ കമാൻഡോ സംഘം പുറകെ നടന്ന് വേട്ടയാടി പിടിച്ച് അവരെ വധിക്കും. അതുകൊണ്ട് പാകിസ്ഥാനിലും ഇറാനിലും തങ്ങൾക്ക് സുരക്ഷിത താവളങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ ഹമാസ് നേതാക്കൾ പലരും ഈ പ്രദേശങ്ങളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാശ്മീരിലെ ഭീകര സംഘടനകൾ ഹമാസ് നേതാക്കളുടെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഹമാസ് നേതാക്കളുടെ സഹായവും ഉപദേശവും തേടാൻ ശ്രമിക്കുകയും അതുവഴിയാണ് പഹൽഗാം കൂട്ടക്കൊല ആസൂത്രണം ചെയ്യപ്പെട്ടതെന്നുമാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും ഹമാസ് ഭീകരരുടെ സഹായവും അവരുടെ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ബുദ്ധിപരമായ നീക്കങ്ങളും ഈ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നുവെന്നും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് ശരിക്കും അറിയില്ലാത്ത അല്ലെങ്കിൽ അജ്ഞാതമായ ചില രീതികളാണ് ഹമാസ് സംഘം ഇവരെ പഠിപ്പിച്ചു കൊടുത്തതെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി ടൂറിസ്റ്റുകളെ തന്നെ ഉന്നം വെച്ചത്. ഇസ്രായേലിലെ ആക്രമണത്തിലും ഇസ്രായേലിലെ വിനോദസഞ്ചാരികളെയാണ് കൂടുതലും അന്ന് ഹമാസ് ഉന്നം വെച്ചത്. ഏതായാലും ഹമാസിന്റെ സാന്നിധ്യം ഇന്ത്യൻ അതിർത്തികളിൽ ഉണ്ട് എന്നുള്ളത് സർക്കാരിന് പുതിയ തലവേദനയും ഭീഷണിയുമായിരിക്കുകയാണ്. ഇന്ത്യ അതിർത്തിയിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ പാക് അധിനിവേശ കാശ്മീരിലെ LOC ലൈൻ ഓഫ് കൺട്രോൾ, അതുപോലെ അന്താരാഷ്ട്ര അതിർത്തി, പഞ്ചാബ് രാജസ്ഥാൻ അതിർത്തികൾ ഇവയെല്ലാം തന്നെ ഇത്തരം ഭീകരവാദ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗരൂകതയോടെ ഇനി ഹമാസിന്റെ
നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഹമാസിന്റെ പിന്തുണയിൽ ഒരു ആക്രമണം ഒരു കാരണവശാലും ഇന്ത്യൻ മണ്ണിൽ നടക്കരുതെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പും ഇന്റലിജൻസ് വകുപ്പും നടത്തുന്നത്.